പ്രിയ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് അടുത്ത 4-ാം തീയതി അറിയാനിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ന്യൂസാണത്. ഷെയറിൽ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയങ്ങളിലാണ് ഇൻവെസ്റ്റേഴ്സ് പാനിക്കായി പല തെറ്റായ ഓർഡറുകൾ, ഡിസിഷനുകൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പാനിക്കാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ലോസ് അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ, സന്ദർഭങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഷെയർ മാർക്കറ്റിനെ കാണേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ, എലക്ഷൻ റിസൾട്ട് എന്തുമാകട്ടെ, മാർക്കറ്റ് അടിച്ചിരിക്കും. അതാണ് മാർക്കറ്റിൻ്റെ സ്വഭാവം. മാർക്കറ്റ് അടിക്കുക എന്ന് പറയുന്നത് വളരെ താഴത്തേക്ക് പോകും. അങ്ങനെയാണ് ഇന്നേ വരെ കണ്ടിരിക്കുന്നത്. ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും, ഇനി വീണ്ടും 3-ാം പ്രാവശ്യം BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാലും, ഇനി തിരിച്ച് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും മാർക്കറ്റ് അടിക്കും. മാർക്കറ്റ് നന്നായി ഡീക്ലൈൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതിനെ വിലയിരുത്തി മാർക്കറ്റ് വീണ്ടും സ്റ്റേബിളാവാൻ കുറച്ച് സമയമെടുക്കും. ഇതിൽ നമ്മൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് ഇതിൽ ടെൻഷൻ വരേണ്ട കാര്യമുള്ളൂ. അവരാണ് കൂടുതൽ പാനിക്കായി മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിൽക്കും. അവസാനം വീണ്ടും അത് ആ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിൽക്കുന്നത് ആ ഒരു പോയിൻ്റ് നമ്മൾ ഡിസിഷൻ എടുത്ത് വരുമ്പോഴേക്കും അത് കയറേണ്ട ലെവലിലേക്ക് ആയിട്ടുണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ, ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു 1000 പോയിൻ്റ് അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ആ മനസ്സിൽ ആ ഡിസിഷൻ എടുക്കാൻ നമുക്ക് തോന്നിപ്പിക്കുക. ഇത് മാർക്കറ്റ് ഓൾറെഡി 1000, അത് തുടക്കത്തിലേ അടിക്കില്ല. മാർക്കറ്റിൽ നമ്മുടെ പൊസിഷനുകൾ തുടക്കത്തിൽ നമ്മൾ വിൽക്കാതെ മാർക്കറ്റ് അടിച്ച് താഴെ വന്ന് വീണ്ടും തിരിച്ച് കയറാൻ നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഡിസിഷൻ എടുക്കാൻ നമുക്ക് തോന്നുക. നമുക്കിതിപ്പോൾ സെല്ല് ചെയ്താലോ? അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അപ്പോൾ നമ്മുടെ ഭാഗ്യവശാൽ ഇൻവെസ്റ്റേഴ്സ് തിരിച്ച് വാങ്ങേണ്ട സമയമായിട്ടുണ്ടാവും. അപ്പോൾ അത് തിരിച്ച് കയറും. അപ്പോൾ അതിന് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് പോകും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഒരു പാനിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? എന്നാൽ നമുക്ക് തിരിച്ച് മേടിക്കാം. ആ മേടിക്കുക എന്നുള്ള ഡിസിഷൻ എടുത്ത് വരുമ്പോഴേക്കും കാണാം മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് അത് സെല്ല് ചെയ്യാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മേടിച്ച സാധനത്തിന് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടാവും, അത് പോകുന്നു. ഇത് ഇറങ്ങിയാലും കയറിയാലും
ലോസ് വരുന്ന തരത്തിൽ പാനിക്കായി കുറേ ക്ലയൻറ്റുകൾ ഇല്ലാതാവാനാണ് ഈ ഇലക്ഷൻ റിസൾട്ടിൽ ചാൻസ്. ഇത് ബുദ്ധിപരമായി ഒരു കോമൺ സെൻസ് പരമായി ഒന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം 10 കൊല്ലം BJP ഭരിച്ച് ലാസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് എല്ലാം ഓർഡറുകളും കമ്പനികൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിക്കും, ഇനി ആ ഓർഡറുകളൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അതേപടി തുടർന്നുകൊണ്ടിരിക്കും. അതിനുള്ള എല്ലാം വക മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇനി ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും, ഒറ്റയടിക്ക് താഴെ പോവില്ല. താഴെ പോകുന്നുണ്ടെങ്കിൽ അത് ക്ലയൻറ്റുകൾ പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം നമ്മളും സെല്ല് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴാണ് മാർക്കറ്റ് ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷനിലേക്ക് പോവുക. ആ ഗ്രേവ് യാർഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വിറ്റിട്ടുള്ളവർ അതൊക്കെ തിരിച്ചു മേടിക്കാൻ തുടങ്ങും. ഈ പാനിക്കായി നിൽക്കുന്നവർ ലോസ് കണ്ടിട്ട് അവർക്ക് പിന്നെ അതിൽ കൈ പൊള്ളും, ഒന്നും ചെയ്യാൻ തോന്നില്ല. ഈ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാനിപ്പോൾ വളരെ കാലങ്ങളായിട്ട് ഷെയർ മാർക്കറ്റിലുള്ളതാണ്. അപ്പോൾ ഞാൻ പല ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ ചിന്തയിൽ എപ്പോഴും വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് ചെയ്യുക. എലക്ഷൻ റിസൾട്ടാണ്, സെല്ല് ചെയ്യുക. അത് വിറ്റോ മേടിക്കുക എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും വരുന്നില്ല. കമ്പനികളിലൊക്കെ ബജറ്റിനനുസരിച്ച് കിട്ടേണ്ട ഓർഡറുകളൊക്കെ കിട്ടി, അവരതിൻ്റേതായ ഫണ്ടുകളൊക്കെ അവർക്ക് കിട്ടും. അത് ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ അതൊന്നും ക്യാൻസൽ ചെയ്യില്ല. ഇനി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിപ്പിടം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കളികൾ തുടങ്ങും. സമയമെടുക്കും, അല്ലാതെ കയറി അവർ ഭൂരിപക്ഷം കിട്ടിയ വശം തന്നെ ഇതുവരെയുള്ള കമ്പനികളിൽ നിന്ന് ഓർഡറുകളൊന്നും പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 17 ഹൈവേ നടക്കുന്നുണ്ട്, അത് BJPയുടെ കാലത്ത് സാങ്ഷനായതാണ്. അപ്പോൾ ഇപ്പോൾ ഹൈവേ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പാവില്ല, അതൊക്കെ ഓൾറെഡി സാങ്ഷനായി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പാർട്ടിപരമായിട്ട് നമ്മൾ ഈ ഫ്ലക്ച്വേഷനുകൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ, ഇനി ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്കുകൾ വളരെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ ചാൻസ് ഇതുവരെ കയറിപ്പോയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. വളരെ അന്തായിട്ട് കയറിപ്പോയത് അഡാനി സ്റ്റോക്കുകളുണ്ട്, അംബാനി സ്റ്റോക്കുകളുണ്ട്. അതിനെപ്പറ്റി തന്നെ ഈ മറ്റേ ഇവരുടെ ഒരുവിധം NSEയിലുള്ള ഷെയറുകളൊക്കെ കയറിപ്പോയേക്ക് തന്നെയാണ്. അപ്പോൾ ആ ഷെയറുകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, വളരെ ഡീക്ലൈൻ ചെയ്യും. നമുക്ക് അന്തല്ലാത്ത ഡീക്ലൈൻ ആവും. ഇപ്പോൾ 1000 രൂപയുടെ ഷെയറൊക്കെ ഒരു 500 എത്തിക്കൂടാന്നില്ല. എന്നിട്ട് 2-3 ദിവസം ഒരു 20% അടിച്ചാൽ മതി. 200 ഫ്യൂച്ചറിലുള്ളതാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് താഴ്ത്തേക്ക് പോകും. അപ്പോൾ നമ്മളിവിടെ ആര് വന്നാലും ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും മാർക്കറ്റ് അടിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ കണ്ട്
നമുക്ക് ചെയ്യാവുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. പൈസ ഇറക്കാനില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. അതേപടി ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അതേപടി കിടന്നോട്ടെ. അതല്ല ഈ ഫ്ലക്ച്വേഷനുകൾ കണ്ടിരിക്കാൻ പറ്റാത്ത ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ വിറ്റ് മിണ്ടാതിരിക്കുക. അവസാനം മാർക്കറ്റിൻ്റെ കയറ്റ ഇറക്കമൊക്കെ കഴിഞ്ഞ് ഗവൺമെൻറ് വന്നതിന് ശേഷം ബൈ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടർക്ക് ചെയ്യാവുന്നുള്ളത് ക്യാഷുള്ളവർക്ക്, ക്യാഷ് വൈറ്റ് മണി കയ്യിലുള്ളവർക്ക് ചെയ്യാവുന്നത് ബാങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി റെഡി ആയിരിക്കുക. അവനവൻ്റെ കയ്യിൽ മേടിച്ച് വെച്ചിട്ടുള്ള ഷെയറുകൾ നന്നായി ഡീക്ലൈൻ ആകുമ്പോൾ 20% അടിച്ച അപ്പോൾ നമ്മൾ മേടിച്ചതിൻ്റെ ഒരു 10% മേടിക്കുക. ഉള്ള ഹോൾഡിങ്സ് ഉള്ളതിൻ്റെ ഒരു 10% മേടിക്കുക. പിന്നെ അത് താഴ്ത്തേക്ക് വരാം. അപ്പോൾ വീണ്ടും 10% മേടിക്കുക. അങ്ങനെ താഴെ. അപ്പോൾ ഈ കയ്യിലുള്ള ഷെയറുകൾ ഒരു ഒതുക്കം, ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും, കുറേ 50, 100, 150, 200, 250 ഷെയറുകൾ കയ്യിൽ വെച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാനാണ്? എത്ര ആവറേജ് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മുമ്പുള്ള വീഡിയോയിൽ പറയാറ്, കുറച്ച് ക്രീം ലെയേഴ്സ് ഷെയറുകൾ കയ്യിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് താഴേക്ക് പോകുമ്പോൾ മേടിക്കാൻ പറ്റും. ഇതൊക്കെ കോമൺ സെൻസാണത്. അല്ലാതെ വേറെ ടെക്നിക്കൽ അനലൈസിസ് ചെയ്തിട്ടുള്ള ഇവരും ഫണ്ട് മാനേജർമാരും ഇരുന്ന് അവരൊക്കെ ഇതന്നെയൊക്കെ തന്നെ ചെയ്യണത്. കോമൺ സെൻസ് യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ ഈ അലോഗരിതം ട്രേഡ്, എക്കണോമിക്സ് വഴിക്ക് പോകുമ്പോൾ കുറേ കാൽക്കുലേറ്റ് ചെയ്ത് ചാർട്ട് നോക്കി അത് ചെയ്ത് ഇതിൻ്റെ റെഡ് നോക്കി ലാസ്റ്റ് ഗ്രേവിയാർഡ് നോക്കി അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നവരുണ്ട്. ഇതിൽ കോമൺ സെൻസ് തന്നെ. നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ളത് ഒരു 5 ടൈപ്പ് ഷെയറാണ്, അല്ലെങ്കിൽ ഒരു 2 ഷെയർ 3 ഷെയർ ഒരു 5 സെക്ടറിലത്തെ ഒരു ഷെയർ ആണെങ്കിൽ അത് നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 100, 150, 200 കമ്പനികളുടെ ഷെയർ മേടിച്ചവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡീക്ലൈൻ ആവണത്, കുറഞ്ഞ് പോണത് കണ്ടിരിക്കുക. അതിന് ഞാൻ ഒരു ഷെയർ എക്സാമ്പിൾ തരാൻ വേണമെങ്കിൽ, വളരെ കോൺഫിഡൻസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ആരോ ഇൻസൈഡർ ട്രേഡിങ് വഴി പറഞ്ഞ് മേടിച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മേടിച്ച് വെച്ചു. 50,000, 30,000, 40,000. ആ ഷെയറിൻ്റെ പേരാണ് ബ്രൈറ്റ് കോം ഗ്രൂപ്പ്, BCG. ഇപ്പോൾ ആ ഷെയറിൻ്റെ വില എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലാവും. ബേസിക് കാര്യങ്ങൾ, സ്ട്രോങ് അല്ലാത്ത ഷെയറുകൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിൽക്കാൻ പറ്റില്ല. ബയേഴ്സ് മാർക്കറ്റിലുണ്ടാവില്ല. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് മേടിച്ചതാവും, സംഭവം 30 റുപ്യായിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിൽ ബയേഴ്സ് ഇല്ലെങ്കിൽ വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വോളിയം ഉള്ള ഷെയറുകൾ മേടിക്കണം. ലിക്വിഡിറ്റി എപ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ കയ്യിൽ വെച്ച് ഷെയർ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളല്ല പറയാം. ഷെയർ മാർക്കറ്റ് വളരെ മോശമാണ്, അതിൽ കളിക്കാൻ പറ്റില്ല. ആ വേടൊക്കെയാണ് ഉപയോഗിക്കുക. ഷെയർ മാർക്കറ്റ് ഒരു ചൂതാട്ടമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അർത്ഥം ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അപ്പുറത്തും പഴിചാരി
ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരെ പോലും ചെയ്യിപ്പിക്കാതെ അവരിങ്ങനെ നടക്കും. അതുകൊണ്ട് നല്ല ക്രീം ഷെയറുകൾ, അപ്പോൾ ഇനിയിപ്പോൾ ഏതാണെന്നുള്ളതായി അതിന് നമുക്ക് കുറച്ച് ബാലൻസ് ഷീറ്റുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാം. അവരുടെ ഓരോ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുക, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. പലർക്കും ഇതാണ് പ്രശ്നം, ചോദിക്കലില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് അറിവില്ലെന്നുള്ളത് മറ്റുള്ളൊരാൾ അറിയും, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. അപ്പോൾ കയ്യിലത്തെ കാശ് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് വളരെ ആവശ്യമാണ്. ട്രേഡിങ്ങിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി ലോസ് കുറയും. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഓടിച്ചെന്ന് പോയി ഇന്ന് വെച്ച വാഴ നാളെ കൊലയ്ക്കില്ല, അത് ഉറപ്പാണ്. ഈ ഷെയറിൻ്റെ കേസും ഇതുപോലെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു 5 കൊല്ലം മുമ്പ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കക്ഷിക്ക് പോളി ക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയർ ഞാൻ മേടിച്ചു കൊടുത്തു. 100 എണ്ണം 5000 റുപ്യ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അന്ന് അതിന് വില 500 ചില്ലറയായിരുന്നു, 500 സംതിങ്. ഇന്ന് അതിൻ്റെ വില 5000-ന് മേലെയാണ്. പോളി ക്യാബ് ചെക്ക് ചെയ്താൽ അറിയും. പക്ഷേ ഈ കക്ഷി 500 610 വന്നപ്പോൾ വിറ്റു. 110 റുപ്യ ലാഭം. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ പറഞ്ഞ് നടക്കുന്നത്, പോളി ക്യാബ് നോക്ക്, അത് 10 ഗുണ പ്രോഫിറ്റായി, അല്ല ഷെയർ വാല്യൂ കൂടി, 5000-ന് മേലെ 6000-ഒക്കെയാണെന്നുണ്ട് ഇപ്പോൾ. ഇതെന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പുതിയ ജനറേഷനിലുള്ളവരും പഴയവർ അവർ വിചാരിക്കുന്നത് ഞാനൊക്കെ പൂർണ്ണ ലെവലിലേക്ക് എത്തി, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പ്രോഫിറ്റായിരിക്കും, പിന്നെ കുറേ ലോസൊക്കെ വരുത്തുണ്ടാവും, അവരവനെ ആരോടും പറയില്ല. പുതിയവർ വേഗം പാനിക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അങ്ങനൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിസം എക്സാം പാസ്സായിട്ടുള്ളവർക്കാണ് ഇതുപോലെ ലെക്ചർ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആസ് പെർ സെബി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇൻസ്ട്രക്ഷൻ ചോദിക്കരുത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. മറ്റ് മാർക്കറ്റിൽ ചെന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവിടെയൊക്കെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറയും. പക്ഷേ ഷെയർ മാർക്കറ്റിൻ്റെ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ബിൽ ഗേറ്റ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കയ്യിലുള്ള ഷെയറിനെ കുറിച്ച് നിങ്ങളുടെ ചായപ്പീടിയിൽ സംസാരം നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് വന്നിട്ട് അത് വിറ്റോളാനാണ് പറയണത്, പിന്നെ അതിന് ഗതി കിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വരും. വളരെ കെയർ ആവുക. ഇലക്ഷൻ റിസൾട്ടിനെ കാത്ത് ഇരിക്കുക, അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ, ബൈ.